നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ അവസാനത്തെ 5 വർഷം പിണറായി കൊണ്ടുവന്ന എല്ലാ കുഴിയിലും കൊണ്ട് ചാടിക്കുകയും CPIയുടെ മൊത്തം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള തെറി വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാ തരത്തിലും CPMന് ആഗോള തരത്തിലെ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നു, വി ശിവൻകുട്ടി. അല്ലേ? വി ശിവൻകുട്ടി എത്രയായി? ഒരു 50 ദിവസമായി കാണില്ല അവർ അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട്. 50 ദിവസം. തിരുവനന്തപുരം നഗരസഭയെ നന്നാക്കാനായിട്ട് സർക്കാരിനോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അദ്ദേഹത്തിന് ഇപ്പൊ ഒറ്റ ഊണിലും ഉറക്കത്തിലും ഒറ്റ ഒരു ആവശ്യമേ ഉള്ളൂ, മറ്റൊന്നുമല്ല, മേയറാകണം. അല്ല, നഗരസഭയിലെ BJP ഭരണസമിതിയെ പിരിച്ചുവിടണം. എന്നിട്ട് വാഴോട്ടുവണത്ത് റീഇലക്ഷൻ വരും. വരുമ്പോൾ വാഴോട്ടുവണത്ത് വി ശിവൻകുട്ടി മത്സരിക്കും, ജയിക്കും, നേരെ വന്ന് മേയറാകും, ഇന്ത്യ മുന്നണിയുടെ മേയറാകും. ഇതൊക്കെയാണ് ഈ 50 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഇവർ പടിയിറങ്ങിയിട്ട്. അതായത് 41 കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 41 ചടങ്ങെല്ലാം കഴിഞ്ഞു, ശ്രാദ്ധമൊക്കെ കഴിഞ്ഞു. ഒരു പുതിയൊരു തമാശയുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത സംസ്ഥാനത്തെ സ്കൂളുകൾക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് സർക്കാരിനോട് വി ശിവൻകുട്ടി. 5-10 കൊല്ലം ഭരിച്ചവരാണ്. അതിൽ ശിവൻകുട്ടി തന്നെ 5 കൊല്ലം മന്ത്രിയായിരുന്നു. ഒരു നമ്മുടെ അട്ടക്കുളങ്ങരയിൽ ഒരു സ്കൂൾ താർന്നു കണ്ടില്ലേ? വലിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തരം ഇടപെടണമെന്ന് മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെടുന്നു. നിലവിലെ മോശം കാലാവസ്ഥയും ശക്തമായ മഴയും കൊടുങ്കാറ്റും കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം. നിലവിലെ മോശം കാലാവസ്ഥ ഒരു തരത്തിലും വിദ്യാലയങ്ങളെയും, കാലാവസ്ഥയ്ക്കാണ് പഴി, കുട്ടികളെയും ബാധിക്കാത്ത തരത്തിൽ മുൻകരുതൽ ഉണ്ടാകണം. യാതൊരു കാരണവശാലും ഫിറ്റ്നസ് ലഭിക്കാത്ത വിദ്യാലയങ്ങളെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകാൻ പാടില്ല. താൽക്കാലികമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിയമത്തിലും ഉത്തരവിലും പറയുന്നില്ല. ഈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാം ഷീറ്റുകളെല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ സ്പോട്ടിൽ തന്നെ മുറുക്കി അസംബിൾ ചെയ്ത്. അതെ, ഗണേശന്റെ കാലത്ത് നമ്മുടെ ഇവിടെ ഈ നാഷണൽ ഗെയിംസ് നടന്നപ്പോൾ മേനംകുളത്ത് സ്പോർട്സ് വില്ലേജിൽ മൊത്തം ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ്. ഇത് ഒരുപാട് വകുപ്പുകൾക്കും ഫോറസ്റ്റ് അടക്കമുള്ള വകുപ്പുകൾക്ക് കൊടുക്കുകയാണ് പിന്നീട് അന്നത്തെ കായിക മന്ത്രി ചെയ്തത്. അതേപോലെ ഈ സ്കൂളുകളൊക്കെ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ആണോ? ഇവരല്ലേ കഴിഞ്ഞ വർഷം ഇരുന്നത്? ഇവരുടെ ഭാഗത്ത് ഈ ഫിറ്റ്നസ് ഉള്ള സ്കൂളല്ലേ അടുത്ത വർഷവും ഫിറ്റ്നസ് തെളിയിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഫിറ്റ്നസ് ഉണ്ടായിരുന്ന സ്കൂളിന് ഇപ്പോഴെങ്ങനെയാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടത്? പെട്ടെന്ന് എൻ്റെ മറ്റേ കൊടുങ്കാറ്റിൽ ഓടളകിപ്പോയോ? അല്ല, അത് നമുക്കറിയാലോ. PM ശ്രീയിൽ തന്നെ വലിയ പുലിവാല് പിടിച്ചിരിക്കുകയല്ലേ. അതാണ് വിഷയം. PM ശ്രീയാണ് ഏറ്റവും വലിയ വിഷയം അല്ലേ? അതിൽ വലിയ നാണക്കേട് മറയ്ക്കാൻ വലിയ പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കുറെ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല കാര്യം ഒപ്പിട്ടത്, നല്ല കാര്യം ഒപ്പിട്ടത് മാറ്റാൻ നടക്കുന്നത് അത് വളരെ മോശം. എന്നാലും ശിവൻകുട്ടി എന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി PM ശ്രീ പദ്ധതിയിൽ ചെന്ന് രാഖി രാമാനം CPI പോലും അറിയാതെ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ പറഞ്ഞു, വളരെ യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വന്ന് ഒപ്പിട്ടപ്പോ ഒരു 1000 കോടി രൂപ അങ്ങ് തന്നേക്കാം. അപ്പം കിഫ്ബിയിൽ നിന്നും പണമെടുത്ത് വകമാറ്റി ചെലവഴിച്ചിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിച്ചില്ല കേരളത്തിൽ, അല്ലേ? പ്രതിപക്ഷം ചോദിച്ചില്ല, അവരറിഞ്ഞില്ല, ഒരു മന്ത്രിമാരും ചോദിച്ചില്ല, ഘടകകക്ഷികൾ CPI അടക്കം ചോദിച്ചില്ല. അപ്പോൾ ഓടിച്ചെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതിയിൽ ഭാഗമായാൽ ഒരു 10-900 കോടി രൂപ കിട്ടും. ആ പണം എടുത്ത് അങ്ങ് വീശാം എന്ന് വിചാരിച്ചതാണ്. ആശം കുറെ സ്കൂളൊക്കെ അങ്ങ് കെട്ടാം, അല്ലേ? പക്ഷെ ഇപ്പൊ പുലിവാല പിടിച്ചിരിക്കുന്ന പിണറായിയാണ്. സംഭവം ശിവൻകുട്ടി പോയി ഒപ്പിട്ടു. അപ്പോൾ ശിവൻകുട്ടി ഒപ്പിട്ടപ്പോൾ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടതാണോ എന്നൊന്നും വകുപ്പ് സെക്രട്ടറി വായിച്ചു. 26 സംസ്ഥാനങ്ങൾക്ക് വായിച്ചു കാണും, അല്ലെ? 26 സംസ്ഥാനങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ കേരളത്തിന് എന്താ പ്രത്യേകത? നമ്മുടെ കുട്ടികൾക്ക് പോലെ കൊമ്പോ? പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആള് രതീഷ് കാളിയാടൻ നല്ല ഒന്നാം തരം ഒരു ലേഖനം മലയാളം വാരികയിൽ എഴുതിയിട്ടുണ്ട്. ഈ വിങ്ങി ഇരുന്ന
അങ്ങ് പൊട്ടിത്തെറിച്ചു. അതായത് ഇത് ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ ഒപ്പിട്ടതാണ്. അത് മാത്രമല്ല, ഈ കരാർ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ, ഏകപക്ഷീയമായിട്ട് സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ട് ആ ലേഖനം എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ലേഖനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഒന്ന് ചെയ്യുമ്പം മറ്റൊന്നിന് വളവാകുമെന്ന് പറഞ്ഞ പോലെ പിണറായിക്ക് കിട്ടിയ പണി സതീശന് ഗുണമായി മാറി. കാരണം ഇപ്പോൾ സതീശൻ CPM-നോട് മറുപടി പറയണ്ട, മുസ്ലിം ലീഗിനോട് മറുപടി പറയണ്ട, ഇവരെല്ലാം ഇത് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ മന്ത്രിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി, ലീഗിൻ്റെ വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പെങ്കിലും അവർക്ക് PM ശ്രീയിൽ ഒപ്പിടുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവർക്ക് നേരത്തെ ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ NCERT സിലബസിൽ കൈകടത്തും. NCERT പറയുന്നത് പോലെ കാര്യങ്ങൾ പഠിപ്പിക്കണം. അത് ലീഗിന് തരമല്ല. ഇവർക്ക് സ്കൂളിൽ പോയി പഠിക്കണ്ടല്ലോ. അല്ല, ഇവർക്ക് പഠിക്കണം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിനകത്ത് പല സത്യങ്ങളും ഒളിച്ചു വച്ചിരുന്ന പല സത്യങ്ങളും പുറത്തു വരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, അതിനു മുമ്പ് നടന്ന ഈ ഭാരതത്തിന് നേർക്ക് നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒക്കെ യഥാതഥമായ ചരിത്രം പഠിക്കേണ്ടി വരും. അത് ഭാരതത്തിൻ്റെ പൈതൃകത്തിനോടും പാരമ്പര്യത്തിനോടും നീതി പുലർത്തുന്ന ഒരു സിലബസാണ് NCERT മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ മുസ്ലിം ലീഗിന് താല്പര്യമില്ല. ഇപ്പം നമ്മുടെ ഈ മുസ്ലിം ലീഗിന് മാത്രമല്ല, അവരുടെ എന്താ പറയുക ഒക്കച്ചങ്ങാതിയായ CPIM-നും താല്പര്യമില്ല. കാരണം ഈ രണ്ടുപേരുടെയും കച്ചവടം പൂട്ടിപ്പോകും. ഈ രണ്ടുപേരും കേരളത്തിൽ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഈ വ്യാജ ചരിത്ര നിർമ്മിതിയുണ്ടല്ലോ, അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ഈ നിലപാട്. ഈ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് കേരളത്തിലെ കോളേജിൽ പഠിക്കുക എന്നല്ല, ഒരുപാട് നാഷണൽ ഇതുണ്ടല്ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, അവിടെ ഡിഗ്രി ഇംഗ്ലീഷ് സാഹിത്യം, മറ്റ് ഹിന്ദി അങ്ങനെ അടക്കമുള്ള ഡിഗ്രി കോഴ്സുകൾ, അതായത് BA കോഴ്സ് ആർട്സ് സബ്ജക്റ്റ് വരെ പഠിക്കാനായിട്ട് കുട്ടികൾ ഇവിടെ നിന്നും നോയിഡയിലേക്കും അല്ലെങ്കിൽ പല അതിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? അവിടെ എല്ലാം പോയി ഈ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കുക. നമ്മൾ ഈ CAA വിരുദ്ധ സമരം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നപ്പോൾ അതിനെതിരായിട്ടൊരു സമരം നടന്നു അല്ലേ? ഡൽഹിയിൽ കലാപം പോലും നടന്നു. 53 പേര് കൊല്ലപ്പെട്ട കലാപമാണത്. ആ കലാപത്തിൽ ഈ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, അതുപോലെ JNU അങ്ങനെയൊക്കെ തുടങ്ങിയ പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഈ പിന്നെ ഇസ്ലാമിക സർവകലാശാല എന്ന് തന്നെ പറയാം, അങ്ങനത്തെ സർവകലാശാലകളിൽ ഒക്കെ, അതുപോലെ ഡൽഹിയിലെ കോളേജുകളിലൊക്കെ വലിയ രീതിയിൽ സമരത്തിന് ആളിറങ്ങി. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നവർ സാധാരണ നിലയ്ക്ക് ഡൽഹിയിലുള്ളവരോ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളോ ആയിരിക്കണം. ഇതങ്ങനെയല്ല, ഇത് മലയാളി കുട്ടികളാണ്, മലയാളികളാണ് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് രഹസ്യാന്വേഷണ വിഭാഗം ഞെട്ടിപ്പോയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കെല്ലാം ഹൈ മാർക്കുണ്ട്, ഇവിടെ മാർക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. അവിടെ അതേസമയം അങ്ങനെയല്ല, കുട്ടികൾക്ക് സ്ട്രിക്റ്റ് വാല്യുവേഷനാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളെക്കാൾ വലിയ മാർഗമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. എന്നാൽ വല്ല ചുക്കും അറിയുമോ? അതൊട്ട് അറിയൂല. അവിടെ പഠിക്കാൻ വന്നിട്ട് അവരുടെ ഉദ്ദേശം അവിടെ സമരം നടത്തുക. അതായത് ഡൽഹിയിൽ ഇവർക്ക് സമരം നടത്താൻ ആളെ കിട്ടുന്നില്ല, ഇടതുപക്ഷത്തിന് കിട്ടുന്നില്ല, മുസ്ലിം സംഘടനകൾക്ക് കിട്ടുന്നില്ല. കാരണം അവിടെയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ മര്യാദയ്ക്ക് പഠിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ മോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഈ എന്താ പറയുക പാസ് മാർക്ക് വാങ്ങിച്ച് ജയിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം വലിയ രീതിയിൽ ലിബറലായിട്ട് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുങ്ങൾ കുറേ എണ്ണം ഇങ്ങനെ അങ്ങ് ഈ പറയുന്നത് പോലെ പെറ്റുപെരുകി അവിടെ അങ്ങ് കൂടി. ഇത് ഇപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? അവരെല്ലായിടത്തും എൻട്രൻസ് വെച്ചു. ഒരിടത്തും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ കയറാൻ പറ്റുക, പ്രവേശനം കിട്ടുക, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻട്രൻസ്. ഈ കുട്ടികൾ ഇവിടെ ഈ നമ്മൾ പറഞ്ഞു NCERT പഠിപ്പിക്കാതെ ഈ ചരിത്രത്തെ വളച്ചൊടിച്ചും വെട്ടിനിരത്തിയും ഒക്കെ കുട്ടികൾക്ക് അബദ്ധ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ കുട്ടികൾ ഇത്തരം എൻട്രൻസുകൾ എഴുതാനും ഇത്തരം കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ അവർ പരാജയപ്പെട്ടു, കളിയാക്കപ്പെടും, പരിഹസിക്കപ്പെടും. അതെ, മണ്ടത്തരം പറയുന്നു, ചരിത്രം അറിയാതെ വന്നിരിക്കുന്നു. അതാണ് ഈ കുട്ടികൾക്ക് പറ്റുന്നത്. അതാണ് അത് ഈ PM ശ്രീ വാസ്തവത്തിൽ
നമ്മുടെ ഈ ശിവൻകുട്ടി ഇതിനകത്ത് സർവശിക്ഷ അഭിയാൻ്റെ ഫണ്ട് കിട്ടണം. അപ്പോൾ ആ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടാലേ കിട്ടുള്ളൂ. അപ്പം ഈ ശിവൻകുട്ടി വിചാരിച്ച് എന്തായാലും നമ്മൾ ഇലക്ഷൻ വരികയാണ്, നമുക്കിതങ്ങ് ഒപ്പിട്ടാക്കിയത് വലിയ പ്രശ്നമൊന്നും ആകത്തില്ല. ഇനിയിപ്പോൾ തുടർ ഭരണം കിട്ടിയാലും പേടിക്കണ്ടല്ലോ, ഫണ്ട് ഇങ്ങോട്ട് വരുമല്ലോ, കാശ് വരുമല്ലോ. പിന്നെ ഈ കാശ് കൊണ്ട് കെട്ടിടങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാം. അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചും ഒക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാം. ഇത് വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. വളരെ അശ്രദ്ധയോടുകൂടി ഒട്ടും തന്നെ അവധാനതയില്ലാതെ പോയി അങ്ങ് ഒപ്പിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒപ്പിടാൻ തീരുമാനിച്ചു. ആദ്യം ഇത് മന്ത്രിസഭ യോഗത്തിന് വന്നപ്പോൾ മറ്റ് മന്ത്രിമാരൊക്കെ എതിർത്തു, പ്രത്യേകിച്ച് CPIയുടെ ആൾക്കാർ ശക്തമായിട്ട് എതിർത്തു. അവർക്കാണല്ലോ ഈ ക്രിമികടി കൂടുതൽ. അപ്പോൾ ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ഒപ്പിട്ടത് അതിന് ശേഷമാണ്. ഞാൻ പറയാം, അതിൻ്റെ ചരിത്രം ഞാൻ പറയാം. ഈ രതീഷ് കാളിയാടൻ അത് വിശദമായിട്ട് ലേഖനത്തിൽ പറയുന്നുണ്ട്. രതീഷ് കാളിയാടൻ ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞം അതിൽ അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്, മുഖ്യമന്ത്രിയെ ഉപദേശിച്ചിരുന്നയാളാണ് വിദ്യാഭ്യാസ വിഷയങ്ങളിൽ എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെ ഉള്ളത്. ആൾ നിസ്സാര പുള്ളിയൊന്നുമല്ല, കണ്ണൂരുകാരനാണ്, അടിയുറച്ച കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആദ്യം ഇത് മന്ത്രിസഭാ യോഗത്തിന് വന്നപ്പോൾ എതിർപ്പ് വന്നു. അപ്പോൾ ഇത് പതുക്കെ ഫയൽ മടക്കി. അടുത്തത് മന്ത്രിസഭാ യോഗത്തിന് വയ്ക്കാതെ തന്നെ ഈ കാര്യത്തിൽ ശിവൻകുട്ടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. മന്ത്രിക്ക് വിവേചനാധികാരമുണ്ട്. തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. ഇത് പോയി പതുക്കെ രഹസ്യമായിട്ട് അങ്ങ് ഒപ്പിട്ട ആദ്യത്തെ ഗഡു 92 കോടി രൂപ എന്തോ വാങ്ങിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ പുറത്തറിഞ്ഞ് CPI വലിയ കോലാഹലം ഉണ്ടാക്കി. കാരണം അവരുടെ അഭിമാന പ്രശ്നമാണ്, അവരുടെ മുഖത്ത് കിട്ടിയ അടിയാണ്, കാർക്കിച്ച് തുപ്പുന്ന പോലെയാണ്. അവരൊപ്പിടരുത് എന്ന് പറഞ്ഞ ഒരു പദ്ധതി, ഒരു കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ആരോഗ്യ വകുപ്പിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നൊരു ബോർഡ് വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ വീണ ജോർജിൻ്റെ കഥയും ചരിത്രവും നമുക്കറിയാം. അവസാനം അതേ വീണ ജോർജ് എല്ലാ വാർഡുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡും വെച്ച് കിട്ടാനുള്ള പൈസ, അത് 2 വർഷത്തെ പൈസ എന്തോ ലാപ്സായി, ബാക്കി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ്, ആരെ കളിപ്പിക്കാനാണ്, ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ പൈസ വന്നു തുടങ്ങിയപ്പോൾ ശിവൻകുട്ടിയുടെ വിധം മാറി. അപ്പോൾ ഇനി ഇവിടെ PM ശ്രീ ഒന്നും നടപ്പാക്കാൻ പറ്റത്തില്ല. അതിന് ഇവർ ചുവപ്പ് കൊടി കാണിക്കുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിൽ വലിയ ബഹളമൊക്കെയായി അവർ പങ്കെടുക്കാതെ മാറി നിന്ന് ഒരു ചുരുക്കി പറഞ്ഞാൽ ഇത് കുളവാക്കി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സർക്കാർ പോയി പുതിയ സർക്കാർ വന്നല്ലോ. അപ്പോൾ പുതിയ സർക്കാരിന് PM ശ്രീ നടപ്പാക്കണോ വേണ്ടേ? അപ്പോൾ ഇവർ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ കത്തെഴുതി ഈ കരാറ് നിന്ന് പിന്മാറുകയാണ്. ആ കത്ത് ചവറ്റുകുട്ടയിൽ വലിച്ചെറിയും, അതിന് ഒരു വിലയുമില്ല. ഈ കരാറ് പ്രകാരം PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ, അല്ലാതെ ഇവർക്ക് സാധിക്കില്ല. അതായത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജന താൽപര്യാർത്ഥം ഇതിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അവർക്ക് മാത്രമേ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഇതോട് തീരുമാനം കൈക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ കേരള സർക്കാരിനോ ശിവൻകുട്ടിയോ കിടന്ന് തുള്ളിയ ഈ ഇത് റദ്ദാക്കാൻ പറ്റത്തില്ല. വാങ്ങിയ പൈസയുടെ പലിശ അടക്കം തിരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇനി അപ്പോൾ തൽക്കാലം ഇത് കത്ത് കൊടുത്തു. എന്താ, ഞങ്ങൾക്കിത് താല്പര്യമില്ല, ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ ആ കത്തിന് ഒരു വിലയും കൊടുത്തില്ല. ഇപ്പോൾ VD സതീശൻ സർക്കാരിന് വന്നപ്പോൾ VD സതീശൻ ഇതിൽ വിഷയമൊന്നുമില്ല. മുസ്ലിം ലീഗിന് ശക്തമായ എതിർപ്പുണ്ട്. കാരണം മുസ്ലിം ലീഗിൻ്റെ കട പൂട്ടിപ്പോവും, അവരുടെ കച്ചവടം പൂട്ടും, CPMൻ്റെ കച്ചവടം പൂട്ടി. ഈ വ്യാജ ചരിത്ര നിർമ്മിതികളിലൂടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയ, അതിന് കനത്ത തിരിച്ചടിയാണ് PM ശ്രീ പദ്ധതി. മദ്രസ സ്കൂൾ പഠനം മദ്രസ സ്കൂൾ പഠനം കുട്ടികൾ, ഇപ്പം ഞാൻ പറയട്ടെ, മദ്രസയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ നല്ല വിദ്യാഭ്യാസം, നല്ല സ്കൂള്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കിട്ടുമെങ്കിൽ അവരങ്ങോട്ട് വരില്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ
മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി PM ശ്രീ പദ്ധതി നടപ്പാക്കാതിരിക്കാനാണ് അവർ താല്പര്യം കാണിക്കുന്നത്. ആ താല്പര്യമാണ് ഇവിടെ പൊളിഞ്ഞു പോകുന്നത്. കാരണം ഇനിയിപ്പോൾ സതീശന് ധൈര്യസമേതം പറയാം, രതീഷ് കാളിയാടൻ്റെ ലേഖനം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. സതീശൻ ലീഗിനോടും CPM-നോടും പറയേണ്ട മറുപടി വളരെ കൃത്യമായിട്ട് ഈ ലേഖനത്തിലൂടെ ഇദ്ദേഹം പറയുക. ശരിക്കും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ കുറ്റസമ്മതവും പിണറായി വിജയൻ എന്താണ് പറയാനുള്ളതെന്നുള്ളതിൻ്റെ ഇതിൽ വ്യക്തമായ ഒരു ലേഖനവുമല്ലേ വന്നിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിണറായി വിജയന് ഈ ലേഖനം എഴുതിയ കാളിയാടൻ, രതീഷ് കാളിയാടൻ പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവായിരുന്നു, ശരി തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ലേഖനത്തിൽ പിണറായി വിജയന് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിട്ട് ആയിരിക്കില്ല ഇദ്ദേഹം ലേഖനം എഴുതിയത്. ഇദ്ദേഹം ലേഖനം എഴുതി അത് വാസ്തവത്തിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ അത് CPM-നും മുസ്ലിം ലീഗിനും ഒരുപോലെ മറുപടിയായി VD സതീശൻ രക്ഷപ്പെടുകയും ചെയ്തു. കാരണം VD സതീശൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മുഴുവനും പിണറായിയുടെ സന്തത സഹചാരിയായിരുന്ന രതീഷ് കാളിയാടൻ്റെ ലേഖനത്തിലുണ്ട്. അതാണ് അവിടെ വിഷയമായത്. ഇപ്പോൾ സത്യത്തിൽ CPM-ന് വെച്ച നാക്കെടുക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ ഒരു കാര്യം ഇതൊരു മുഖമടച്ച് കിട്ടിയ അടിയാണ് വാസ്തവത്തിൽ. അതിൻ്റെ ആ ഒരു ജാള്യത മറയ്ക്കാനാണ് ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം കൂടെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തി തിരുവനന്തപുരം മേയർക്കെതിരെ ചീത്ത വിളിക്കുന്നത്. സത്യത്തിൽ തിരുവനന്തപുരം മേയർ ഏത് കാര്യത്തിനാണ് ചീത്ത വിളിക്കേണ്ടത്? മാലിന്യ പ്രശ്നം മുമ്പ് കൈകാര്യം ചെയ്തിരുന്നത് പോലെ തന്നെയല്ലേ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഒരു വ്യത്യാസവും നമുക്കാർക്കും തോന്നുന്നില്ല. ഒന്ന്, അതേ ജീവനക്കാർ, അതേ സംവിധാനം, അതേ പദ്ധതി, എല്ലാം അതുപോലെ തന്നെ. രണ്ട്, തെരുവുനായ പ്രശ്നം വലിയൊരളവ് വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. ഇപ്പം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ തെരുവുനായ പ്രശ്നം VV രാജേഷ് പോയി പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. അധികാരപരിധിയുണ്ട്. തിരുവനന്തപുരം നഗരപരിധിയിൽ രാജേഷ് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പരാതി വളരെ കുറവാണ്. തെരുവുനായ്ക്കളുടെ എണ്ണവും വളരെ കുറഞ്ഞു. അതിനെല്ലാം പിടിച്ച് ഷെൽട്ടറിലാക്കുകയാണ്, എന്നിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പോൾ മാലിന്യ പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തെരുവുനായ പ്രശ്നം ചീറ്റിപ്പോയി. അഴിമതി ആരോപണങ്ങളാണെങ്കിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് 45 വർഷം നടത്തിയ സർവമാന അഴിമതിയുടെയും വിശദാംശങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ അളവ് വരെ ഈ പുറമേ നിന്ന് നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ അല്ലെങ്കിൽ അതിന് മുമ്പിരുന്ന മേയർമാർക്കെതിരെ അല്ല, CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി മറുപടി പറയേണ്ടുന്ന ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ പുറത്തു വന്നു. അപ്പോൾ ഇവർക്ക് പേടിയായി. അതായത് മൊത്തത്തിൽ ഭരണം 5 കൊല്ലം നമുക്കില്ല. 2011 ഭരണം നഷ്ടപ്പെട്ടു, ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. പക്ഷേ 5 കൊല്ലവും CPM-ന് വലുതായിട്ട് ഇതുപോലെ പ്രശ്നങ്ങളില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് BJP ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഭരണം പിടിച്ചിട്ട് ഇവർക്കെതിരെ നീങ്ങുന്നില്ല. ഈ UDF LDF തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. UDF അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ എന്താ, തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയെക്കുറിച്ച് സർക്കാരിന് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. അവർ ചെയ്തില്ലല്ലോ. 2001 AK ആൻ്റണി സർക്കാർ വന്നപ്പോൾ ചെയ്യാമായിരുന്നല്ലോ. വെള്ളപ്പിൽശാല ചവർ ഫാക്ടറി പ്രശ്നം അന്നേ ഉണ്ട്, അഴിമതി. അത് 2001 മുമ്പാണല്ലോ. ശിവൻകുട്ടി മേയറായിരുന്ന കാലത്തല്ലേ അത് നടപ്പാക്കിയത്. അപ്പോൾ അതിലെ അഴിമതി അന്ന് ആരോപണം ഉയർന്നിരുന്നു, അതന്വേഷിച്ചോ? ഇല്ല. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുതുക് ചൊറിഞ്ഞു കൊടുക്കുക, LDF-ഉം UDF-ഉം CPM-ഉം കോൺഗ്രസും. അതിനാദ്യമായിട്ടൊരു മാറ്റം വന്നിരിക്കുന്നു. അത് VV രാജേഷിനിലൂടെ തിരുവനന്തപുരം BJP തിരുവനന്തപുരം നഗരസഭ പിടിക്കുകയും വളരെ ശക്തമായിട്ട് നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ വന്ന് ഭവിച്ചപ്പോൾ ഇവർക്ക് ആകെ വട്ടളവി. അതാണ് ശിവൻകുട്ടിയും കടകംപള്ളിയും VK പ്രശാന്തും എല്ലാം കൂടെ ഒരുമിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതാണ് എങ്ങനെയെങ്കിലും നഗരസഭയെ വലിച്ച് താഴെയിടണം. പിന്നെ അപ്പോൾ അങ്ങനത്തെ കോലാഹലങ്ങൾക്കിടയിൽ PM ശ്രീ വാർത്തയൊക്കെ അങ്ങ് മുങ്ങിപ്പോവും. ഇപ്പോൾ രതീഷ് കാളിയാടൻ്റെ ലേഖനം സത്യത്തിൽ അതൊരു വലിയ ചർച്ചയാകാതെ നോക്കാൻ CPM ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് അവരുടെ തന്ത്രം. അത് ചർച്ചയായാൽ പിണറായി വിജയന് നാണക്കേടാണ്. ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. CPIയുടെ കുത്തുവാക്കുകൾ മുഴുവനും CPM നേതാക്കൾ കേൾക്കണം. CPI ഇപ്പോൾ തന്നെ CPI എല്ലാ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെ തലയ്ക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ CPI ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ വേറെ, CPIയുടെ കുത്ത് വേറെ,
ഇതെല്ലാം CPM നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെതിരെ ഈ വെടിയൊക്കെ പൊട്ടിക്കുന്നത്. അപ്പോൾ രതീഷ് കാളിയാടൻ്റെ ലേഖനം ചർച്ച ചെയ്യപ്പെടാതിരിക്കണം എന്നുള്ളത് പിണറായിയുടെയും CPM-ൻ്റെയും ആവശ്യമാണ്, ഒരുപോലത്തെ ആവശ്യമാണ്. പക്ഷെ അത് വിജയിക്കില്ല. കാരണം സോഷ്യൽ മീഡിയ ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവർ ഒപ്പിട്ടത്. ഇവരൊപ്പിട്ടത് ഈ പണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പദ്ധതി അതൊക്കെ അവിടെ കിടക്കട്ടെ, അതങ്ങനെ കുറേ അങ്ങ് പൊയ്ക്കോളും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും എതിർപ്പങ്ങ് കുറയും. പണം വരുമ്പോൾ ഇതെല്ലാം അങ്ങ് കുറയും. CPI-യും പിന്നെ മറ്റ് ഘടകകക്ഷികളും ഒക്കെ ഒതുങ്ങും എന്നാണ് ശിവൻകുട്ടി വിചാരിച്ചത്. അവിടെയാണ് ചീറ്റിപ്പോയത്. അത് CPI വിടാതെ അതിൽ കയറി മുറുകെ പിടിച്ചു. എന്നാൽ CPI-ക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അത് CPM ആണോ CPI ആണോ? നമ്മളെല്ലാവരും കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആണ്. CPI വളരെ പണ്ട് തന്നെ മരിച്ചുപോയ ഒരു പാർട്ടിയാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ CPM-ൻ്റെ തണലിൽ അവിടെ ഇവിടെയൊക്കെ ചില ഓളങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ചില അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ CPIക്ക് കിട്ടിയ ഒരു വലിയ അവസരമാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരിച്ചടി കൊടുക്കുക, അതിനെ എതിർക്കുക, അതിൽ CPM-ന് മൂക്കുകയറിടുക ഒക്കെ. ഒപ്പം പിണറായി വിജയനെയും ശിവൻകുട്ടിയെയും ഒന്ന് സ്റ്റാൻഡിൽ പിടിക്കുക. അതെല്ലാം ഇപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ ഇത് ഒപ്പിട്ട് ഈ പുലിവാലൊക്കെ ഉണ്ടാക്കി അതാകപ്പാടെ കുളവായതാണ്. പക്ഷേ ഈ രതീഷ് കാളിയാടൻ്റെ ലേഖനം വലിയ രീതിയിൽ CPI-യെ കരുത്തോടുകൂടി CPM-നെതിരെ പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ സഹായിക്കും. ഒപ്പം VD സതീശൻ സമർത്ഥമായിട്ട് ഈ ഒരു കുടുക്കിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്തു. കാരണം CPM-കാരെന്തെങ്കിലും ചോദിച്ചാൽ പറയും, ഇത് നിങ്ങളുടെ ആൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒപ്പിട്ടിട്ട് പോയി, ഞങ്ങൾക്കിനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. മുസ്ലിം ലീഗിനോടും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റും. എന്താ, ഒരു മന്ത്രിസഭയുടെ തലവനെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കാരണം സർക്കാരുകൾ തുടർച്ചയാണ്. നിങ്ങളുടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇതിൽ നിന്ന് പിന്മാറുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ഇത് പിന്മാറണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ വിചാരിക്കണം. അവർ വിചാരിച്ചാലേ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട് അവർ പിന്മാറാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് സതീശന് തടി കൈച്ചിലാക്കാം. നമ്മുടെ കണ്ണൂർ ഭാഷ പറഞ്ഞ തടി കൈച്ചിലാക്കാം. ഇവിടെ തടി കൈച്ചിലാക്കാൻ പറ്റാതെ പോയത് സാക്ഷാൽ പിണറായി വിജയനും പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കുമാണ്. അത് രതീഷ് കാളിയാടൻ്റെ ലേഖനം വളരെ വ്യക്തമായി, സുതാര്യമായി, വളരെ ശക്തമായി കാര്യങ്ങൾ പറയുന്നു. ഇതിന് ഇനി മറുപടി പറയേണ്ടത് ശിവൻകുട്ടിയും പിണറായി വിജയനുമാണ്.